ഈ അടുത്ത സമയത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഭിത്തിയിൽ കണ്ട സാഹിത്യം എൻ്റെ മനസ്സിൽ ഓടി വന്നു. ഈ ചുവരെഴുത്തിലൊരു വല്ലാത്ത ഭ്രമമുണ്ട് മലയാളിക്കെന്ന് തോന്നും. പൊതുസ്ഥലങ്ങളിലെ കക്കൂസുകളിലാണ് പ്രധാനപ്പെട്ട ഇവരുടെ വിളയാട്ടം. മൂത്രശങ്കം മാറ്റാൻ കയറുന്നവൻ അവൻ്റെ മനസ്സിലെ സർവ്വ വൈകൃതങ്ങളും അവിടുത്തെ ചുവരിൽ എഴുതി പിടിപ്പിക്കും. അപ്പൂപ്പൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളും അതോടൊപ്പം പറ്റുമെങ്കിൽ കുറച്ച് അശ്ലീല ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിക്കും. ആഭാസകരമായ സർഗാത്മകത ഇത്രത്തോളം ആഴത്തിൽ വേരൂടിയ മറ്റൊരു ജനസമൂഹമുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകും. പോളിഷ് ജോക്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വരുന്ന ഇങ്ങനെയുള്ള ആംഗലേയ സാഹിത്യത്തിൽ വരുന്ന കുറേയധികം അശ്ലീല പുസ്തകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മാന്യത അവർ കൽപ്പിച്ചിട്ടുണ്ട്. മലയാളി പലപ്പോഴും തൻ്റെ മനസ്സിലെ സർവ്വ ദുഷിപ്പുകളും എഴുതി വയ്ക്കുന്നത് കക്കൂസിൽ മാത്രമല്ല മറ്റുള്ള ഭിത്തികളിലുമുണ്ട്. അതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളിൽ പോലും ഈ ചില മലയാളികളുടെ ലീലാവിലാസങ്ങൾ നമുക്ക് ഭിത്തിയിൽ കാണാം. എന്തായാലും ഇത്തരം സാമൂഹിക ദ്രോഹികളെ തളയ്ക്കാൻ നിയമപരിഷ്കരണ കമ്മീഷൻ ഒരു കരട് ബില്ല് തയ്യാറാക്കി എന്ന വാർത്ത വരുന്നു. മാത്രമല്ല ആ ബില്ലിൻ്റെ കരട് സർക്കാരിന് കൈമാറി എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത്. എനിക്കൊരു ലേശം സന്തോഷം തോന്നി. നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടേ അടങ്ങുമെന്ന് വിശ്വസിക്കുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട്. അവർക്കൊക്കെ ഈ കരട് ബില്ല് ഒരു ത്രെട്ടാവും. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും വികൃതമാക്കിയാൽ 1,00,000 രൂപ പിഴയും 1 കൊല്ലം തടവുമാണ് ഈ കരട് ബില്ലിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. പൊതുവിടങ്ങളിൽ ഇമാതിരി വേണ്ടാദിനം കാണിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും 6 മാസം വരെ തടവും 50,000 രൂപ പിഴയും വേറെ വരുന്നുണ്ട്. എന്തായാലും ഈ ബിൽ എത്രയും വേഗം നിയമമാകട്ടെ. ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ കയ്യാമം വയ്ക്കട്ടെ. അപകടകരമായി കലാവാസന മുളയിലെ നുള്ളിക്കളയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ചുവർ ചിത്രങ്ങളും അശ്ലീല വാഗ്ധോരണികളും കൊണ്ട് സമ്പന്നമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കരട് ബില്ല് പിറകെ വരുന്നുണ്ട്.